സാധാരണ നമ്മളെല്ലാവരും കേൾക്കുന്ന നബിദിനാഘോഷം തെളിവായിക്കൊണ്ട് കേൾക്കുന്ന ഒരു തെളിവാണ് വിശുദ്ധ ഖുർആനിൽ സൂറത്ത് യൂനുസിന്റെ 58-ാമത്തെ വചനത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത് ഖുൽ ബിഫദ്ലില്ലാഹി വബിറഹ്മതിഹി ഫബിദാലിക ഫല്യഫ്റഹു ഹുവ ഖൈറും മിമ്മാ യജ്മഊൻ എന്ന ആയത്ത്. എന്താണ് അതിന്റെ അർത്ഥം? ഖുൽ റസൂലേ പറയണം, ബിഫദ്ലില്ലാഹി വബിറഹ്മതിഹി, അല്ലാഹുവിന്റെ ഫദ്ലും റഹ്മത്തും കൊണ്ട്, ഫബിദാലിക ഫല്യഫ്റഹു, അതുകൊണ്ട് നിങ്ങൾ സന്തോഷിച്ചു കൊള്ളുക എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ കൽപ്പനയുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല അല്ലാഹുവിന്റെ ഫദ്ലും റഹ്മത്തും കൊണ്ട് സന്തോഷിക്കണമെന്ന് കൽപ്പിച്ചിരിക്കുന്നു. ഏതാണ് റഹ്മത്ത്? വമാ അർസൽനാക ഇല്ലാ റഹ്മത്തൽ ലിൽ ആലമീൻ എന്ന് രണ്ടാമതൊരു തെളിവ് അതിന്റെ കൂടെ കൂട്ടിച്ചേർത്തുകൊണ്ട് പറയും. അഥവാ പ്രവാചകനോട് അല്ലാഹു പറഞ്ഞു, റസൂലേ താങ്കളെ ഈ ലോകത്തിന് റഹ്മത്തായിക്കൊണ്ടല്ലാതെ കാരുണ്യമായിക്കൊണ്ടല്ലാതെ നാം അയച്ചിട്ടില്ല എന്ന്. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയാകുന്ന റഹ്മത്ത്, ആ റഹ്മത്ത് കൊണ്ട് ഫബിദാലിക ഫല്യഫ്റഹു, നിങ്ങൾ സന്തോഷിച്ചു കൊള്ളുക എന്ന് അല്ലാഹുവിന്റെ ഖുർആനിലുണ്ട്. അപ്പോൾ ഖുർആൻ കൊണ്ട് ആയത്ത് കൊണ്ട് തെളിഞ്ഞിരിക്കുന്നു. ആയത്തിൽ അല്ലാഹുവിന്റെ കൽപ്പനയല്ലേ? അപ്പോൾ എന്തുകൊണ്ട് വഹാബികളെ നിങ്ങൾ ആഘോഷിക്കുന്നില്ല എന്ന ഗമണ്ടൻ ചോദ്യങ്ങളാണ് ഈ ആയത്ത് ചേർത്ത് പറഞ്ഞുകൊണ്ട് ആളുകൾ പറയാറുള്ളത്. എന്താണ് ഇതിന്റെ വസ്തുത? സഹോദരന്മാർ, നമ്മൾ പരിശോധിച്ച് നോക്കിയാൽ ഈ വാദമുഖങ്ങൾ, ഈ തെളിവ് തീർത്തും ബാലിശമാണെന്ന് മനസ്സിലാകും. ഒന്നാമതായി അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആൻ തന്നെ എന്താണ് ഈ വിഷയം പഠിപ്പിക്കുന്നത്? സൂറത്ത് യൂനുസിന്റെ 58-ാമത്തെ വചനത്തിലെ തൊട്ട് മുമ്പുള്ള വചനം അല്ലാഹു പറയുന്ന കാര്യം എന്താണ്? യാ അയ്യുഹന്നാസ്, അല്ലയോ ജനങ്ങളെ, ഖദ് ജാഅതുകും മൗഇലത്തും മിർ റബ്ബിക്കും, നിങ്ങളുടെ റബ്ബിൽ നിന്നുള്ള ഉപദേശമിതാ, സാരോപദേശമിതാ നിങ്ങൾക്ക് വന്നിരിക്കുന്നു. വശിഫാഉൽ ലിമാ ഫി സുദൂർ, നിങ്ങളുടെ ഹൃദയങ്ങൾക്കുള്ള രോഗശമനവും ഇതാ വന്നിരിക്കുന്നു. വഹുദൻ വറഹ്മത്തുൽ ലിൽ മുത്തഖീൻ, മുഅ്മിനീൻ വിശ്വാസികൾക്ക് ഹുദയും റഹ്മത്തും നേർമാർഗവും കാരുണ്യവും ഇതാ വന്നിരിക്കുന്നു. അതിനുശേഷമാണ് അല്ലാഹു പറയുന്നത്, ഖുൽ ബിഫദ്ലില്ലാഹി വബിറഹ്മതിഹി ഫബിദാലിക ഫല്യഫ്റഹു, നിങ്ങൾ അതുകൊണ്ട് അല്ലാഹുവിന്റെ ഫദ്ലും റഹ്മത്തും കൊണ്ട് സന്തോഷിച്ചു കൊള്ളുക എന്ന്. അപ്പോൾ വിശുദ്ധ ഖുർആനിൽ കൊണ്ട് തന്നെ വ്യക്തമാണ് എന്താണ് അല്ലാഹു ഇവിടെ ഉദ്ദേശിച്ച ഫദ്ലും റഹ്മത്തും എന്നുള്ളത്. അത് പണ്ഡിതന്മാർ, മുഫസ്സിറുകൾ കൃത്യമായി നമുക്ക് പഠിപ്പിച്ചു നൽകിയിട്ടുമുണ്ട്. മുഫസ്സിറുകൾ എല്ലാം പറഞ്ഞ വളരെ സംക്ഷിപ്തമായ വിഷയങ്ങൾ നമുക്ക് ഇപ്രകാരം കാണുവാൻ സാധ്യമാകും. ഫദ്ലുല്ലാഹ് എന്ന് പറഞ്ഞാൽ അല്ലാഹുവിന്റെ ഫദ്ല് കൊണ്ടുള്ള ഉദ്ദേശം അത് വിശുദ്ധ ഖുർആനാണ്. റഹ്മത്ത് എന്ന് പറഞ്ഞാൽ അത് വിശുദ്ധമായ ഇസ്ലാമാണ്. ആ റഹ്മത്ത് ഇസ്ലാമാണ്, ഖുർആനാണ് ഫദ്ൽ എന്ന് മുഫസ്സിറുകൾ പറയുന്നു. ഇബ്നു അബ്ബാസിനെ പോലെ, ഹസൻ ബസരിയെ പോലെ, ലഹാക്കിനെ പോലെ, ഖത്താദയെ പോലെയുള്ള സഹാബികളും താബിഈങ്ങളും തബഉ താബിഈകളുമാകുന്ന മുഫസ്സിറുകൾ എല്ലാവരും അവരൊക്കെ പറഞ്ഞ അഭിപ്രായം, ഏറ്റവും പ്രബലമായ അഭിപ്രായം, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഖുർആനാണ് ഫദ്ൽ എന്നും റഹ്മത്ത് എന്നത് ഇസ്ലാമാണ് എന്നുമാണ്. ഈ രൂപത്തിൽ തന്നെയാണ് മുഫസ്സിറുകൾ എല്ലാം വിശദീകരിച്ചിട്ടുള്ളത്. നിങ്ങൾക്ക് സ്ക്രീനിൽ ഏതാനും തഫ്സീറുകൾ കാണുവാൻ സാധ്യമാകും. മഹാനായ ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിന്റെ തഫ്സീറിൽ പറയുന്നത് ഈ ആശയമാണ് അവർ കൊണ്ടുവന്നിട്ടുള്ളത്. ഇമാം ഖുർത്തുബി റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിന്റെ തഫ്സീറിൽ പറഞ്ഞിട്ടുള്ളത് ഇതേ ആശയം തന്നെയാണ്. ഇമാം ത്വബരിയും അതേപോലെ തന്നെ അല്ലാമ റാസിയും എല്ലാം അവരുടെ തഫ്സീറുകളിൽ പറഞ്ഞിട്ടുള്ളത് ഇതേ ആശയമാണ്. ഇതിന് പുറമേയുള്ള അഭിപ്രായങ്ങളും അവർ കൊണ്ടുവന്നിട്ടുണ്ട്. ഇതെല്ലാ തഫ്സീറുകളും ഒക്കെ നമ്മൾ എടുത്ത് പരിശോധിച്ച് നോക്കിയാൽ ഫദ്ൽ എന്ന വിഷയത്തിലും റഹ്മത്തിന്റെ വിഷയത്തിലും വിഭിന്നങ്ങളായ അഭിപ്രായങ്ങൾ നമുക്ക് കാണുവാൻ സാധ്യമാകും. ഫദ്ലുല്ലാഹ് എന്ന് പറഞ്ഞാൽ 11ഓളം അഭിപ്രായങ്ങൾ നമുക്ക് അതിനെ കുറിച്ച് പറഞ്ഞത് കാണാൻ സാധ്യമാകും. ഫദ്ലുല്ലാഹ് എന്ന് പറഞ്ഞാൽ ഇസ്ലാമാണ് എന്നും ഖുർആനാണ് എന്നും സന്മാർഗമാണ് എന്നും ഈമാനാണ് എന്നും തുടങ്ങിക്കൊണ്ട് വ്യത്യസ്തങ്ങളായ അഭിപ്രായങ്ങൾ. അതിലൊന്ന് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് ഫദ്ൽ, റഹ്മത്തല്ല. ഫദ്ൽ പ്രവാചകനാണ് എന്ന് ചില പണ്ഡിതന്മാർ അഭിപ്രായപ്പെട്ടിട്ടുണ്ട്. ഇനിയോ റഹ്മത്ത് എന്നതിന്റെ വിഷയത്തിലും 14ഓളം അഭിപ്രായങ്ങൾ മുഫസ്സിറുകൾ കൊണ്ടുവന്നിട്ടുണ്ട്. റഹ്മത്തിന്റെ ഉദ്ദേശം ഖുർആനാണ് എന്നും അതിന്റെ ആളുകളാണ് എന്നും ഈ സത്യദീനാണ് എന്നും മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് എന്നും അലി റളിയല്ലാഹു അൻഹുവാണെന്നും എല്ലാം ആ വിഷയങ്ങളിലെല്ലാം വ്യത്യസ്തങ്ങൾ അഭിപ്രായങ്ങൾ പണ്ഡിതന്മാർ പറഞ്ഞു പോയിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ സഹോദരന്മാരെ, ഫദ്ലുല്ലാഹ് റഹ്മത്ത് എന്ന വിഷയത്തിൽ വ്യത്യസ്തങ്ങളായ അഭിപ്രായങ്ങൾ പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. അതിൽ ഒരു അഭിപ്രായമാണ് റഹ്മത്ത് എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് എന്നുള്ളത്. എന്നിട്ട് ആ റഹ്മത്താകുന്ന കാരുണ്യം കൊണ്ട്, റസൂലാകുന്ന കാരുണ്യം കൊണ്ട് നിങ്ങൾ സന്തോഷിച്ചു കൊള്ളുക എന്ന് അള്ളാഹു പറഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് നമ്മൾ സന്തോഷിക്കും, ഇബ്ലീസിന്റെ ആളുകൾ ദുഃഖിക്കും എന്നാണ് സാധാരണ പറയാറുള്ളത്. എങ്കിൽ അത്തരം ആളുകളോട് ചോദിക്കുവാനുള്ളത്, സഹോദരന്മാരെ, ഈ ആയത്തിന്റെ ഉദ്ദേശം മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് എന്നും ആ പ്രവാചകന്റെ ജന്മദിനം ആഘോഷിക്കുകയുമാണ് ഈ ആയത്തിന്റെ ഉദ്ദേശമെങ്കിൽ ഇവിടെ ഞാൻ സൂചിപ്പിച്ച റഹ്മത്ത് എന്നതിന്റെ പണ്ഡിതന്മാർ പറഞ്ഞ 14ഓളം അഭിപ്രായങ്ങൾ, ആ അഭിപ്രായങ്ങൾ റഹ്മത്തിന്റെ താല്പര്യമായി പറഞ്ഞ മുഫസ്സിൽ പറഞ്ഞ ഈ കാര്യങ്ങൾ ഇതുകൊണ്ട് എങ്ങനെയാണ് ആഘോഷിക്കുന്നത്?
പ്രവാചകന്റെ ജന്മദിനം കൊണ്ട് ആഘോഷിക്കുന്നു, നാടകീയ തോരണങ്ങൾ കിട്ടുന്നുവെങ്കിൽ ഖുർആനാണ് അഭിപ്രായം എന്ന് പറഞ്ഞനുസരിച്ചുകൊണ്ട് എങ്ങനെയാണ് ആഘോഷിക്കുക? ഇസ്ലാമാണ് അഭിപ്രായം എന്ന് പറഞ്ഞാൽ എങ്ങനെ ആഘോഷിക്കുക? അതിനൊന്നും ആഘോഷം ആവശ്യമില്ലേ എന്ന് പറയേണ്ടി വരും. ഇനിയോ മാത്രവുമല്ല, ഇനി ഈ ആയത്തിന്റെ ഉദ്ദേശം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മാത്രമാണ് എന്ന് അഭിപ്രായപ്പെട്ടാൽ പോലും, അങ്ങനെ നമ്മൾ വകവെച്ചു കൊടുത്താൽ പോലും അതിന്റെ ഉദ്ദേശം നബിദിനം ആഘോഷിക്കലാണ് എന്നാണെങ്കിൽ സഹോദരന്മാരെ, ഖുൽ ബിഫദ്ലില്ലാഹി വബിറഹ്മതിഹി ഫബിദാലിക ഫല്യഫ്റഹു എന്നത് അല്ലാഹുവിന്റെ കൽപ്പനയാണ്. നിങ്ങൾ ആഘോഷിക്കണം, നിങ്ങൾ സന്തോഷിക്കണം എന്ന കൽപ്പനയാണ്. അപ്പോൾ ആ കൽപ്പന പ്രവാചകന്റെ സഹാബികൾ ചെയ്തത് ഏത് രൂപത്തിലാണ്? അതനുസരിച്ച് നബിദിനം ആഘോഷിച്ച പ്രവാചകന്റെ സഹാബി ആരാണ്? താബിഈങ്ങൾ ആരാണ്? നേരത്തെ ബഹുമാന ആശിഖിന്റെ സംസാരം നമ്മൾ കേട്ടു, പ്രവാചകന്റെ സഹാബികൾ എത്രത്തോളം റസൂൽ സ്നേഹിച്ചിരുന്നുവെന്ന്. അവരൊന്നും ഈ ആയത്തനുസരിച്ചുകൊണ്ട് പ്രവർത്തിച്ചിട്ടില്ലാത്തവരാണ് എന്ന് നമ്മൾ പറയേണ്ടി വരും. അപ്പോൾ ആ പ്രവാചകന്റെ സഹാബികൾ ആഘോഷിക്കാത്തത്, ഈ ആയത്ത് കൊണ്ട് മനസ്സിലാക്കാത്തത് നമ്മളും മനസ്സിലാക്കേണ്ടതില്ല. യഥാർത്ഥമായ വിശദീകരണം എന്താണോ അതനുസരിച്ചുകൊണ്ട് ഉൾക്കൊണ്ട് മുന്നോട്ട് പോകേണ്ട ആവശ്യം മാത്രമേ നമുക്കുള്ളൂ എന്ന് മനസ്സിലാക്കുക. അതാണ് ഒന്നാമത്തെ പരമപ്രധാനമായി ആളുകൾ കൊണ്ടുവരുന്ന ആദ്യ തെളിവിന്റെ അവസ്ഥ. ഇതാണ്.